ഹലോ, എല്ലാവർക്കും ACID സമഗ്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് 2025 ഡിസംബർ മാസത്തെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ആണ്. 2025 ഡിസംബറിൽ അന്തരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ 3D ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തന്റെ കലാസംവിധായകനാണ്. മൈ ഡിയർ കുട്ടിച്ചാത്തന്റെ കലാസംവിധായകനാണ് കെ ശേഖർ. ഇന്ത്യയിലെ ആദ്യത്തെ 3D ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തന്റെ കലാസംവിധായകനാണ് കെ ശേഖർ. 2025 ഡിസംബറിൽ അന്തരിച്ച ബംഗ്ലാദേശിന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ഖാലിദ സിയ. 2025 ഡിസംബറിൽ അന്തരിച്ച ബംഗ്ലാദേശിന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ഖാലിദ സിയ. APJ അബ്ദുൽ കലാമിന് ശേഷം ഒരു അന്തർവാഹിനിയിൽ യാത്ര നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. APJ അബ്ദുൽ കലാമിന് ശേഷം ഒരു അന്തർവാഹിനിയിൽ യാത്ര നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. INS വാഗ്ഷീർ എന്ന അന്തർവാഹിനിയിലാണ് യാത്ര നടത്തിയത്. INS വാഗ്ഷീർ എന്ന അന്തർവാഹിനിയിലാണ് യാത്ര നടത്തിയത്. 2025 ഡിസംബറിൽ ചൈന തായ്വാന് ചുറ്റും നടത്തിയ ബൃഹത്തായ സൈനികാഭ്യാസത്തിന്റെ പേരാണ് ജസ്റ്റിസ് മിഷൻ 2025. 2025 ഡിസംബറിൽ ചൈന തായ്വാന് ചുറ്റും നടത്തിയ ബൃഹത്തായ സൈനികാഭ്യാസത്തിന്റെ പേരെന്താണ്? ജസ്റ്റിസ് മിഷൻ 2025. ജസ്റ്റിസ് മിഷൻ 2025 എന്നത് ചൈന തായ്വാന് ചുറ്റും നടത്തിയ ബൃഹത്തായ സൈനികാഭ്യാസത്തിന്റെ പേരാണ് ജസ്റ്റിസ് മിഷൻ 2025. ഒഡീഷയിലെ ചാന്ദിപൂരിൽ പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ DRDO വിജയകരമായിട്ട് പരീക്ഷണം നടത്തിയ ദീർഘദൂര ഗൈഡഡ് ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റാണ് പിനാക്ക. ഒഡീഷയിലെ ചാന്ദിപൂരിലെ പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ DRDO വിജയകരമായിട്ട് പരീക്ഷണം നടത്തി ദീർഘദൂര ഗൈഡഡ് ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റാണ് പിനാക്ക. കൊട്ടാരക്കര കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഭരത് മുരളി കൾച്ചറൽ സെന്ററിന്റെ 14ാമത് ലൈഫ് ടൈം അച്ചീവ്മെന്റ് ചലച്ചിത്ര അവാർഡിന് അർഹനായ നടനാണ് ജഗതി ശ്രീകുമാർ. കൊട്ടാരക്കര കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഭരത് മുരളി കൾച്ചറൽ സെന്ററിന്റെ 14ാമത് ലൈഫ് ടൈം അച്ചീവ്മെന്റ് ചലച്ചിത്ര അവാർഡിന് അർഹനായ നടനാണ് ജഗതി ശ്രീകുമാർ. ഗുജറാത്തിലെ പോർബന്തറിൽ നിന്ന് ഒമാനിലെ മസ്കറ്റിലേക്ക് കന്നിയാത്ര ആരംഭിച്ച ഇന്ത്യൻ നാവികസേനയുടെ കപ്പലാണ് INS വി കൗണ്ടിന്യ. ഗുജറാത്തിലെ പോർബന്തറിൽ നിന്ന് ഒമാനിലെ മസ്കറ്റിലേക്ക് കന്നിയാത്ര ആരംഭിച്ച ഇന്ത്യൻ നാവികസേനയുടെ കപ്പലാണ് INS വി കൗണ്ടിന്യ. പുരാതന ഇന്ത്യൻ കപ്പൽ നിർമ്മാണ വിദ്യകൾ ഉപയോഗിച്ച് എഞ്ചിനും ലോഹഭാഗങ്ങളുമില്ലാതെ നിർമ്മിച്ച ഈ പായ്ക്കപ്പൽ ഇന്ത്യൻ നാവികസേനയുടെ തുന്നിയെടുത്ത കപ്പൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ തുന്നിയെടുത്ത കപ്പൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? INS കൗണ്ടിന്യ. തുഞ്ചൻ ദിനമാണ്. എന്നാൽ തുഞ്ചൻ ദിനം ഡിസംബർ 31 തുഞ്ചൻ ദിനം. ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയത് മാഗ്നസ് കാൾസനാണ്. ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയത് മാഗ്നസ് കാൾസനാണ്. 2026-29 കാലയളവിലേക്കുള്ള ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ അത്ലറ്റിക്സ് കമ്മീഷന്റെ ചെയർമാനെ തെരഞ്ഞെടുക്കപ്പെട്ടത് PV സിന്ധുവിനെയാണ്. 2026-29 കാലയളവിലേക്കുള്ള ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ അത്ലറ്റിക്സ് കമ്മീഷന്റെ ചെയർമാനെ തിരഞ്ഞെടുക്കപ്പെട്ടത് PV സിന്ധു. വ്യോമയാനവുമായിട്ട് ബന്ധപ്പെട്ട യാത്രക്കാരുടെ പരാതികൾ വേഗത്തിൽ പരിഹരിക്കുന്നതിനായിട്ട് 24/7 പാസഞ്ചർ അസിസ്റ്റൻസ് കൺട്രോൾ റൂം സ്ഥാപിച്ച മന്ത്രാലയമാണ് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം. വ്യോമയാനവുമായിട്ട് ബന്ധപ്പെട്ട യാത്രക്കാരുടെ പരാതികൾ വേഗത്തിൽ പരിഹരിക്കുന്നതിനായിട്ട് 24/7 പാസഞ്ചർ അസിസ്റ്റൻസ് കൺട്രോൾ റൂം സ്ഥാപിച്ച മന്ത്രാലയമാണ് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം. അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രശംസിച്ച മണിപ്പൂരിന്റെ പുഷ്പവനിത എന്നറിയപ്പെടുന്ന വനിതാ സംരംഭയാണ് ചൊക്കോനെ ക്രിചേന. ഇന്ത്യൻ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രശംസിച്ച മണിപ്പൂരിന്റെ പുഷ്പവനിത എന്നറിയപ്പെടുന്ന വനിതാ സംരംഭകയാണ് ചൊക്കോനെ കുചേന. മൊബൈൽ ഉൽപാദനത്തിൽ ആഗോളതലത്തിൽ 2ാം സ്ഥാനത്തേക്ക് ഉയർന്ന രാജ്യമാണ് ഇന്ത്യ. കേന്ദ്ര ഇലക്ട്രോണിക്സ് വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ്. ചൈനയാണ് നിലവിൽ 1ാം സ്ഥാനത്തുള്ളത്. മൊബൈൽ ഉൽപാദനത്തിൽ ആഗോളതലത്തിൽ 1ാം സ്ഥാനത്തുള്ളത് ചൈന, 2ാം സ്ഥാനമാണ് ഇന്ത്യ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എത്രാമത്തെ സ്ഥാപക ദിനമാണ് 2025 ആഘോഷിച്ചത്? 140ാമത് സ്ഥാപക ദിനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 140ാമത് സ്ഥാപക ദിനമാണ് 2025 ആഘോഷിച്ചത്. സാഹിത്യ കലാ സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനക്കുള്ള നിയമസഭാ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. സാഹിത്യ കലാ സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനക്കുള്ള നിയമസഭാ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. 2025 ഡിസംബറിൽ അന്തരിച്ച ഫ്രഞ്ച് നടിയും ഗായികയും മൃഗാവകാശ പ്രവർത്തകയുമായ വ്യക്തിയാണ് ബ്രിജിറ്റ് ബർദോത്ത്.
ഫ്രഞ്ച് നടിയും ഗായികയും മൃഗാവകാശ പ്രവർത്തകയുമായ വ്യക്തിയാണ് ബ്രിജിറ്റ് ബർദോത്ത്. രാജ്യാന്തര വനിതാ ക്രിക്കറ്റിലെ 10,000 റൺസ് തികക്കുന്ന 4ാമത്തെ താരമാണ് സ്മൃതി മന്ദാന. രാജ്യാന്തര വനിതാ ക്രിക്കറ്റിലെ 10,000 റൺസ് തികക്കുന്ന 4ാമത്തെ താരമാണ് സ്മൃതി മന്ദാന. ഇന്ത്യയിൽ ആദ്യമായി യഥാർത്ഥ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ സ്വയംഭരണാധികാരത്തോടെ നടത്താൻ കഴിവുള്ള ഒരു AI സംവിധാനമായ AILA ആർട്ടിഫിഷ്യലി ഇന്റലിജൻസ് ലാബ് അസിസ്റ്റന്റ് വികസിപ്പിച്ചെടുത്തത് IIT ഡൽഹിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് യഥാർത്ഥ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ സ്വയംഭരണാധികാരത്തോടെ നടത്താൻ കഴിവുള്ള ഒരു AI സംവിധാനങ്ങളെ വികസിപ്പിച്ചെടുത്തത് IIT ഡൽഹിയാണ്. ബ്രിക്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ മരുന്നുകൾ സംബന്ധിച്ച രാജ്യാന്തര ഉച്ചകോടി 2026 നവംബറിൽ വേദിയാകുന്നത് കുമരകം. ബ്രിക്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ മരുന്നുകൾ സംബന്ധിച്ച രാജ്യാന്തര ഉച്ചകോടി 2026 നവംബറിൽ വേദിയാകുന്നത് കുമരകം. ഇന്ത്യയിലെ ഗ്രാമീണ റോഡ് ഗതാഗത സൗകര്യങ്ങൾ മാറ്റം കൊണ്ടുവന്ന പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന അടുത്തിടെ എത്ര വർഷമാണ് പൂർത്തിയാക്കിയത്? 25 വർഷം പൂർത്തിയാക്കിയത്. ആരംഭിച്ചത് ഡിസംബർ 25-നാണ് ആരംഭിച്ചത്. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇന്ത്യയിലെ ഗ്രാമീണ റോഡ് ഗതാഗത സൗകര്യങ്ങളിൽ മാറ്റം കൊണ്ടുവന്ന പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന അടുത്തിടെ എത്ര വർഷമാണ് പൂർത്തിയാക്കിയത്? 25 വർഷമാണ് പൂർത്തിയാക്കിയത്. ആരംഭിച്ചത് ഡിസംബർ 25-നാണ് ആരംഭിച്ചത്. കേരള മോഡൽ ഉത്തരവാദിത്ത പ്രകൃതി ഉപമിഷന്റെ ചെയർമാനായി നിയമിതനായത് SM വിജയാനന്ദ്. കേരള മോഡൽ ഉത്തരവാദിത്ത പ്രകൃതി ഉപമിഷന്റെ ചെയർമാനായി നിയമിതനായത് SM വിജയാനന്ദ്. 2026 UN വർഷാചരണങ്ങളാണ് മേച്ചിൽപ്പുറങ്ങളുടെയും ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷം, ഇന്റർനാഷണൽ ഇയർ ഓഫ് വോളണ്ടിയേഴ്സ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസന സന്നദ്ധ സേവകരുടെ അന്താരാഷ്ട്ര വർഷം, അന്താരാഷ്ട്ര കർഷക സ്ത്രീ വർഷം. എന്തൊക്കെയായിട്ടാണ് UN ആചരിച്ചത്? 2026 UN വർഷാചരണങ്ങളാണ് മേച്ചിൽപ്പുറങ്ങളുടെയും ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷം, സുസ്ഥിര വികസന സന്നദ്ധ സേവകരുടെ അന്താരാഷ്ട്ര വർഷം, അന്താരാഷ്ട്ര കർഷക സ്ത്രീ വർഷമാണ്. ഈയിടെ പുരാവസ്തു ഗവേഷകർ 2000 വർഷം പഴക്കമുള്ള വൃത്താകൃതിയുള്ള ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ ശിലാലാബിരിന്തിനെ കണ്ടെത്തിയത് മഹാരാഷ്ട്രയിലെ സോളാർപൂർ ജില്ലയിലാണ്. പുരാവസ്തു ഗവേഷകർ 2000 വർഷം പഴക്കമുള്ള വൃത്താകൃതിയിലുള്ള ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ ശിലാലാബിരിന്തിനെ കണ്ടെത്തിയത് മഹാരാഷ്ട്രയിലെ സോളാപൂർ ജില്ലയിലാണ്. അഴിമതിയോ അധികാര ദുർവിനിയോഗമോ ഉൾപ്പെട്ട കേസുകളിലെ 15 വർഷം തടവ് ശിക്ഷ ലഭിച്ച മലേഷ്യന്റെ മുൻ പ്രധാനമന്ത്രിയാണ് നജീബ് റസാഖ്. അഴിമതിയോ അധികാര ദുർവിനിയോഗമോ ഉൾപ്പെട്ട കേസുകളിലെ 15 വർഷം തടവ് ലഭിച്ച മലേഷ്യന്റെ മുൻ പ്രധാനമന്ത്രിയാണ് നജീബ് റസാഖ്. രാജ്യത്തെ ആദ്യത്തെ പൂർണ്ണമായും തദ്ദേശീയ MRI സ്കാനർ വികസിപ്പിച്ചെടുത്ത ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് വോക്സൽ ഗ്രിഡ്സ്. രാജ്യത്തെ ആദ്യത്തെ പൂർണ്ണമായിട്ടും തദ്ദേശീയ MRI സ്കാനർ വികസിപ്പിച്ചെടുത്ത ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് വോക്സൽ ഗ്രിഡ്സ്. സംസ്ഥാനത്ത് അവയവദാനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായിട്ട് അവയവദാന ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമാകുന്നത് കോഴിക്കോടാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദി ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് സ്ഥാപിതമാകുന്നത് കോഴിക്കോടാണ്. സംസ്ഥാനത്ത് അവയവദാനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായിട്ട് അവയവദാന ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമാകുന്നത് കോഴിക്കോടാണ്. അർജുന അവാർഡിനായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ യോഗാസന കായിക താരമാണ് ആരതി പാൽ. അർജുന അവാർഡിനായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ യോഗാസന കായിക താരമാണ് ആരതി പാൽ. അർജുന അവാർഡിനായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ യോഗാസന കായിക താരമാണ് ആരതി പാൽ. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയാകുന്നത് ഛത്തീസ്ഗഡ്. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയാകുന്നത് ഛത്തീസ്ഗഡാണ്. ഭാഗ്യചിഹ്നം മോർവീറാണ്. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയാകുന്നത് ഛത്തീസ്ഗഡാണ്. ഭാഗ്യചിഹ്നം മോർവീർ. പ്രഥമ ഖേലോ ഇന്ത്യ ഛത്തീസ്ഗഡിന്റെ വേദിയാണ്. ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന്റെ വേദി ഛത്തീസ്ഗഡാണ്. ഭാഗ്യചിഹ്നം മോർവീറാണ്. സൊമാലിയ, ആഫ്രിക്കൻ യൂണിയൻ, പ്രധാന പ്രാദേശിക ശക്തികൾ എന്നിവരിൽ നിന്ന് കടുത്ത എതിർപ്പിന് കാരണമായ സൊമാലിലാൻഡിനെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായിട്ട് ഔദ്യോഗികമായി അംഗീകരിച്ച ആദ്യ രാജ്യമാണ് ഇസ്രായേൽ. സൊമാലിയ, ആഫ്രിക്കൻ യൂണിയൻ, പ്രധാന പ്രാദേശിക ശക്തികൾ എന്നിവരിൽ നിന്ന് കടുത്ത എതിർപ്പിന് കാരണമായ സൊമാലിലാൻഡിനെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായിട്ട് ഔദ്യോഗികമായി അംഗീകരിച്ച ആദ്യ രാജ്യമാണ് ഇസ്രായേൽ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ
എക്സ്പ്രസ് വേ ടണൽ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ചൈന. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ ടണൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ചൈന. അറബ് മാതൃകയിലുള്ള രാജ്യത്തെ ഏറ്റവും വലിയ സൂക്ക്, അതായത് മാർക്കറ്റ് നിലവിൽ വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. അറബ് മാതൃകയിലുള്ള രാജ്യത്തെ ഏറ്റവും വലിയ സൂക്ക് നിലവിൽ വരുന്നത് കോഴിക്കോട്. 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള പ്രത്യേക നേട്ടങ്ങൾക്ക് രാജ്യം നൽകുന്ന പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരത്തിന് അർഹരായവരാണ് വൈഭവ് സൂര്യവംശി, ദിനിധി ദേശിംഗു, ലക്ഷ്മി പ്രജ്ഞിക. വൈഭവ് സൂര്യവംശി, ദിനിധി ദേശിംഗു, ലക്ഷ്മി പ്രജ്ഞിക. 2026 ജനുവരി 1 മുതൽ കിംബർലി പ്രോസസ് എന്ന അന്താരാഷ്ട്ര കൂട്ടായ്മയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്ന രാജ്യമാണ് ഇന്ത്യ. 2026 ജനുവരി 1 മുതൽ കിംബർലി പ്രോസസ് എന്ന അന്താരാഷ്ട്ര കൂട്ടായ്മയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്ന രാജ്യം അത് ഇന്ത്യയാണ്. കിംബർലി പ്രോസസ് എന്ന അന്താരാഷ്ട്ര കൂട്ടായ്മയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയാണ് ദിയ ബിനു പുലിക്കണ്ടം. സ്ത്രീ കേന്ദ്രീകൃത വിഷയങ്ങളിൽ നയാധിഷ്ഠിത ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ദേശീയ വനിതാ കമ്മീഷൻ ആരംഭിച്ച യങ് റിസർച്ച് ഫെലോഷിപ്പാണ് ശക്തി സ്കോളേഴ്സ്. സ്ത്രീ കേന്ദ്രീകൃത വിഷയങ്ങളിൽ നയാധിഷ്ഠിത ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ദേശീയ വനിതാ കമ്മീഷൻ ആരംഭിച്ച യങ് റിസർച്ച് ഫെലോഷിപ്പ് ഏതാണ്? ശക്തി സ്കോളേഴ്സ്. ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ ആദ്യത്തെ ജനറൽ ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി. ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ ആദ്യ ജനറൽ ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രിയാണ്. വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ തേനീച്ചക്കൂടുകൾ സ്ഥാപിക്കുന്ന വനം വകുപ്പിന്റെ പദ്ധതിയാണ് മധുവനം. വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ തേനീച്ചക്കൂടുകൾ സ്ഥാപിക്കുന്ന വനം വകുപ്പിന്റെ പദ്ധതി ഏതാണ്? മധുവനം. ആദിവാസി ആധിപത്യം ഉള്ള ഏത് സംസ്ഥാനത്തിലെ ജില്ലകളിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പൊതു സ്വകാര്യ പങ്കാളിത്ത, അതായത് PPP പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മോഡൽ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുന്നത്? അത് മധ്യപ്രദേശിലാണ്. പൊതു സ്വകാര്യ പങ്കാളിത്തമുള്ളത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മോഡൽ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലെ ധാർ, ബേതുൽ, കട്നി, പന്ന ആദിവാസി ജില്ലകളിലാണ് ആരംഭിക്കാൻ പദ്ധതിയിട്ടിട്ടുള്ളത്. 22ാമത് കേരള ബാംബു ഫെസ്റ്റിവലിന്റെ വേദിയാകുന്നത് കൊച്ചിയാണ്. 22ാമത് കേരള ബാംബു ഫെസ്റ്റിവലിന്റെ വേദി കൊച്ചിയാണ്. ഇന്ത്യൻ മണ്ണിൽ നിന്നും വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമാണ് ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ആണ്. ഇന്ത്യൻ മണ്ണിൽ നിന്നും വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമാണ് ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ആണ്. LVM-03 റോക്കറ്റാണ് വാഹനം ബ്ലൂബേർഡ് ബ്ലോക്ക് 2. അതിന്റെ ഭാരം എന്നത് 6500 കിലോഗ്രാം ആണ്. ഭാരം വിക്ഷേപിച്ചത് ഡിസംബർ 24 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. 2025 ഡിസംബർ 24 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ഇന്ത്യൻ മണ്ണിൽ നിന്നും വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമാണ് ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ആണ്. അത് വിക്ഷേപിച്ച വാഹനമാണ് LVM-03 റോക്കറ്റാണ്. അതിന്റെ ഭാരം 6500 കിലോഗ്രാം ആണ്. വിക്ഷേപിച്ചത് 2025 ഡിസംബർ 24 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. 2025 ഡിസംബറിൽ അന്തരിച്ച പ്രമുഖ ഹിന്ദി സാഹിത്യകാരനും ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ വ്യക്തിയാണ് വിനോദ് കുമാർ ശുക്ല. 2025 ഡിസംബറിൽ അന്തരിച്ച പ്രമുഖ ഹിന്ദി സാഹിത്യകാരനും ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ വ്യക്തിയാണ് വിനോദ് കുമാർ ശുക്ലയാണ്. ന്യൂഡൽഹിയിൽ നടന്ന ലോകാരോഗ്യ സംഘടനയുടെ 2ാമത് ആഗോള പരമ്പരാഗത വൈദ്യശാസ്ത്ര ഉച്ചകോടിയിൽ ഏത് ആയുർവേദ സസ്യത്തിന്റെ സ്മാരക തപാൽ സ്റ്റാമ്പാണ് പ്രധാനമന്ത്രി പുറത്തിറക്കിയത്? അശ്വഗന്ധ. ന്യൂഡൽഹിയിൽ നടന്ന ലോകാരോഗ്യ സംഘടനയുടെ 2ാമത് ആഗോള പരമ്പരാഗത വൈദ്യശാസ്ത്ര ഉച്ചകോടിയിൽ ഏത് ആയുർവേദ സസ്യത്തിന്റെ സ്മാരക തപാൽ സ്റ്റാമ്പാണ് പ്രധാനമന്ത്രി പുറത്തിറക്കിയത്? അശ്വഗന്ധയുടെയാണ്. ഇന്ത്യൻ നാവികസേനയിലെ 40 വർഷത്തെ മഹത്തായ സേവനത്തിന് ശേഷം 2025 ഡിസംബറിൽ ഡീകമ്മീഷൻ ചെയ്ത അന്തർവാഹിനിയാണ് INS സിന്ധുഘോഷ്. ഇന്ത്യൻ നാവികസേനയിലെ 10 വർഷത്തെ മഹത്തായ സേവനത്തിന് ശേഷം 2025 ഡിസംബറിൽ ഡീകമ്മീഷൻ ചെയ്ത അന്തർവാഹിനിയാണ് INS സിന്ധുഘോഷ്. പ്രഥമ അന്താരാഷ്ട്ര സ്പൈസ് റൂട്ട് സമ്മേളനത്തിന് വേദിയാകുന്നത് കൊച്ചിയാണ്. പ്രഥമ അന്താരാഷ്ട്ര സ്പൈസ് റൂട്ട് സമ്മേളനത്തിന് വേദിയാകുന്നത് എവിടെയാണ്? കൊച്ചിയാണ്. സ്ഥാനാർബുദ ചികിത്സ കൂടുതൽ ഫലപ്രദവും സുരക്ഷിതവും ആക്കുന്നതിനുള്ള നാനോ ഇഞ്ചക്ഷൻ സാങ്കേതിക വിദ്യയ്ക്ക് രൂപം നൽകിയ IIT ആണ് IIT മദ്രാസ്. സ്ഥാനാർബുദ ചികിത്സ കൂടുതൽ ഫലപ്രദവും സുരക്ഷിതവും ആക്കുന്നതിനായിട്ടുള്ള നാനോ ഇഞ്ചക്ഷൻ സാങ്കേതിക വിദ്യയ്ക്ക് രൂപം നൽകിയ IIT മദ്രാസ് ആണ്. എല്ലാ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും 100% നികുതി ഇളവ് നൽകുന്ന സ്വതന്ത്ര വാണിജ്യ കരാറിൽ ഫ്രീ ട്രേഡ് അഗ്രിമെന്റിൽ ഇന്ത്യയുമായിട്ട് ഒപ്പിട്ട രാജ്യമാണ് ന്യൂസിലൻഡ്. എല്ലാ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും 100% നികുതി ഇളവ് നൽകുന്ന സ്വതന്ത്ര വാണിജ്യ കരാറിൽ ഫ്രീ ട്രേഡ് അഗ്രിമെന്റിൽ ഇന്ത്യയുമായിട്ട് ഒപ്പിട്ട രാജ്യമാണ് ന്യൂസിലൻഡാണ്. ദേശീയ ഉപഭോക്തൃ ദിനം അത് ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനം.
ഒരു കലണ്ടർ വർഷത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾ എന്ന ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റെക്കോർഡിനൊപ്പം, അതായത് 59 ഗോളുകൾ എത്തിയ താരമാണ് കിലിയൻ എംബാപ്പെ. ഒരു കലണ്ടർ വർഷത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾ എന്ന ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റെക്കോർഡിനൊപ്പം എത്തിയ താരമാണ് കിലിയൻ എംബാപ്പെ. 2025 ഡിസംബറിൽ അന്തരിച്ച സന്തോഷ് ട്രോഫി ഫുട്ബോൾ മുൻ ക്യാപ്റ്റനാണ് പി പൗലോസ്. 2025 ഡിസംബറിൽ അന്തരിച്ച സന്തോഷ് ട്രോഫി ഫുട്ബോൾ മുൻ ക്യാപ്റ്റനാണ് പി പൗലോസ്. 1973 കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ചാമ്പ്യന്മാരായിരുന്ന ടീമിലുണ്ടായിരുന്ന വ്യക്തിയാണ് പി പൗലോസ്. 125 വർഷത്തെ തുടർച്ചയായ നിരീക്ഷണങ്ങളിലൂടെ സൂര്യന്റെ കാന്തിക പ്രവർത്തനങ്ങളെക്കുറിച്ച്, അതായത് സോളാർ മാഗ്നറ്റിക് ആക്ടിവിറ്റിയുടെ നിർണായക വിവരങ്ങൾ നൽകിയ ഇന്ത്യയിലെ പ്രശസ്തമായ സോളാർ ഒബ്സർവേറ്ററിയാണ് കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററി. 125 വർഷത്തെ തുടർച്ചയായ നിരീക്ഷണങ്ങളിലൂടെ സൂര്യന്റെ കാന്തിക പ്രവർത്തനങ്ങളെക്കുറിച്ച്, സോളാർ മാഗ്നറ്റിക് ആക്ടിവിറ്റിയെക്കുറിച്ച് നിർണായക വിവരങ്ങൾ നൽകിയ ഇന്ത്യയിലെ പ്രശസ്തമായ സോളാർ ഒബ്സർവേറ്ററിയാണ് കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററി. പശ്ചിമഘട്ടത്തിലെ ഷഡ്പഥ വൈവിധ്യത്തിന്റെ 5 ദശാബ്ദത്തിന്റെ ശാസ്ത്രീയ ശേഖരവുമായിട്ട് ഫോറസ്റ്റ് ഇൻസെക്ട്സ് മ്യൂസിയം തുറന്നത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പി.ജിയിലാണ്. പശ്ചിമഘട്ടത്തിലെ ഷഡ്പഥ വൈവിധ്യത്തിന്റെ 5 ദശാബ്ദത്തിന്റെ ശാസ്ത്രീയ ശേഖരവുമായിട്ട് ഫോറസ്റ്റ് ഇൻസെക്ട് മ്യൂസിയം തുറന്നത് പി.ജിയിലുള്ള കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന 35-നും 60-നും പ്രായപരിധിയിൽ ജോലിയില്ലാത്ത സ്ത്രീകൾക്കുള്ള പെൻഷൻ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി. പ്രതിമാസം 1000 രൂപ പെൻഷൻ ലഭിക്കുന്ന പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വിവാദങ്ങൾക്കിടെ ഏത് സംസ്ഥാനത്തെ സർക്കാരിന്റെ തൊഴിൽ പദ്ധതിക്കാണ് ഗാന്ധിജിയുടെ പേര് നൽകാൻ തീരുമാനിച്ചത്? പശ്ചിമ ബംഗാളിന്റെയാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വിവാദങ്ങൾക്കിടെ ഏത് സംസ്ഥാനത്തിന്റെ സർക്കാരിന്റെ തൊഴിൽ പദ്ധതിക്കാണ് ഗാന്ധിജിയുടെ പേര് നൽകാൻ തീരുമാനിച്ചത്? പശ്ചിമ ബംഗാളിന്റെയാണ്. സംസ്ഥാനത്തെ 100 ദിവസത്തെ തൊഴിൽ പദ്ധതിയായ കർമ്മശ്രീ ഇനി മുതൽ മഹാത്മാശ്രീ എന്നറിയപ്പെടും. കർമ്മശ്രീ ഇനി മുതൽ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മഹാത്മാശ്രീ എന്നറിയപ്പെടും. ഇന്ത്യൻ വ്യോമസേനയും റഷ്യൻ ഫെഡറേഷൻ എയ്റോസ്പേസ് ഫോഴ്സും ചേർന്ന് നടത്തുന്ന സംയുക്ത വ്യോമാഭ്യാസമാണ് ഏവിയ ഇന്ദ്ര 2025. ഇന്ത്യൻ വ്യോമസേനയും റഷ്യൻ ഫെഡറേഷൻ എയ്റോസ്പേസ് ഫോഴ്സും സംയുക്തമായിട്ട് ചേർന്ന് നടത്തുന്ന വ്യോമാഭ്യാസമാണ് ഏവിയ ഇന്ദ്ര 2025. ഏവിയ ഇന്ദ്ര 2025 ഇന്ത്യൻ വ്യോമസേനയും റഷ്യൻ ഫെഡറേഷൻ എയ്റോസ്പേസ് ഫോഴ്സും ചേർന്ന് നടത്തുന്ന സംയുക്ത വ്യോമാഭ്യാസമാണ് ഏവിയ ഇന്ദ്ര 2025. 1962 ശേഷമുള്ള ഇന്ത്യയിലെ ആണവ മേഖലയിലെ ഏറ്റവും വലിയ പരിഷ്കാരമായ 2025 ശാന്തി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയ ഡേറ്റാണ് 2025 ഡിസംബർ 20. 1962 ശേഷമുള്ള ഇന്ത്യയിലെ ആണവ മേഖലയിലെ ഏറ്റവും വലിയ പരിഷ്കാരമായ 2025 ശാന്തി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയ ഡേറ്റ് എന്നാണ്? ഡിസംബർ 20. 2025 ഡിസംബർ 20 രാഷ്ട്രപതി അംഗീകാരം നൽകിയത്. 2025 ലോക ബാഡ്മിന്റൺ ഫെഡറേഷൻ വേൾഡ് ടൂർ ഫൈനൽസിൽ കിരീടം സ്വന്തമാക്കിയത് ആൻ സെയൂങ് ആണ്. ദക്ഷിണ കൊറിയയുടെ ആൻ സെയൂങ് ആണ് ലോക ബാഡ്മിന്റൺ ഫെഡറേഷൻ വേൾഡ് ടൂർ ഫൈനൽസിലെ കിരീടം സ്വന്തമാക്കിയത്. ആൻ സെയൂങ്, ദക്ഷിണ കൊറിയയുടെ ആൻ സെയൂങ് ആണ്. മെറ്റ അവതരിപ്പിക്കുന്ന പുതിയ AI മോഡലുകളാണ് മാംഗോ, അവക്കാഡോ. മെറ്റ അവതരിപ്പിക്കുന്ന പുതിയ AI മോഡലുകൾ ഏതൊക്കെയാണ്? മാംഗോ, അവക്കാഡോ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രകൃതി തീം വിമാനത്താവള ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? അത് അസമിലെ ഗുവാഹത്തിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രകൃതി തീം വിമാനത്താവള ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ഗുവാഹത്തിയിലാണ്. ലോകപ്രിയ ഗോപിനാഥ് ബർദോളി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പുതിയ ടെർമിനലാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രകൃതി തീം വിമാനത്താവള ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ഗുവാഹത്തിയിലാണ്. ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുന്ന ആദ്യത്തെ വീൽചെയർ വ്യക്തിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് മിക്കേല ബെന്തോസ്. ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുന്ന ആദ്യത്തെ വീൽചെയർ വ്യക്തിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് മിക്കേല ബെന്തോസ് ആണ്. മിക്കേല ബെന്തോസ്. ബ്ലൂ ഓറിജിൻ കമ്പനിയുടെ NS-37 ബഹിരാകാശ വിനോദയാത്ര ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് മിക്കേല. ബ്ലൂ ഓറിജിൻ കമ്പനിയുടെ NS-37 ബഹിരാകാശ വിനോദയാത്ര ദൗത്യത്തിന്റെ ഭാഗമാണ് മിക്കേല. ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുന്ന ആദ്യത്തെ വീൽ ചെയർ വ്യക്തിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് മിക്കേല ബെന്തോസ് ആണ്. 2025 ഡിസംബറിൽ ഇന്ത്യയിലെ മെട്രോ റെയിൽ സർവീസ് ആരംഭിക്കുന്ന 26ാമത്തെ നഗരമാണ് ഭോപ്പാല്. 2025 ഡിസംബറിൽ ഇന്ത്യയിലെ മെട്രോ റെയിൽ സർവീസ് ആരംഭിക്കുന്ന 26ാമത്തെ നഗരമാണ് ഭോപ്പാല്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്നത് ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായിട്ട് നിയമിതനാകുന്നത് ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. ദേശീയ ഗണിതശാസ്ത്ര ദിനമാണ് ഡിസംബർ 22. ദേശീയ ഗണിതശാസ്ത്ര ദിനം എന്നാണ് ഡിസംബർ 22.
2025 ഡിസംബർ 20 അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര താരമാണ് ശ്രീനിവാസന്. ഡിസംബർ 20 2025 ഡിസംബർ 20 അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര താരമാണ് ശ്രീനിവാസന്. തുണിയും റബ്ബർ പാലും സംയോജിപ്പിച്ചിട്ട് പ്ലാസ്റ്റിക്കിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന റബ്ബ് ഫാബ് എന്ന ഉൽപ്പന്നം വികസിപ്പിച്ചെടുത്ത ഗവേഷണ സ്ഥാപനമാണ് റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ RRI. തുണിയും റബ്ബർ പാലും സംയോജിപ്പിച്ച് പ്ലാസ്റ്റിക്കിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന റബ്ബ് ഫാബ് എന്ന ഉൽപ്പന്നം വികസിപ്പിച്ചെടുത്ത ഗവേഷണ സ്ഥാപനമാണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുന്നതിനായിട്ട് റീഫണ്ടബിൾ ഗ്രീൻ ഡെപ്പോസിറ്റ് സ്കീം ആരംഭിച്ച സംസ്ഥാനം മേഘാലയ. പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുന്നതിനായിട്ട് റീഫണ്ടബിൾ ഗ്രീൻ ഡെപ്പോസിറ്റ് സ്കീം പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുന്നതിനായിട്ട് റീഫണ്ടബിൾ ഗ്രീൻ ഡെപ്പോസിറ്റ് സ്കീം ആരംഭിച്ച സംസ്ഥാനമാണ് മേഘാലയ. കേരളത്തിലെ എവിടെയും തൊട്ടടുത്തുള്ള വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ശൗചാലയം കണ്ടെത്താനുള്ള സർക്കാർ പുറത്തിറക്കിയ ആപ്പാണ് KLOO. കേരളത്തിലെ എവിടെയും തൊട്ടടുത്തുള്ള വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ശൗചാലയം കണ്ടെത്തുന്നതിനായുള്ള സർക്കാർ പുറത്തിറക്കിയ ആപ്പിന്റെ പേരെന്താണ്? ക്ലൂ ആപ്പ്. ഇന്ത്യയിലെ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനം തുടങ്ങാൻ ഒരുങ്ങുന്ന ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കിന്റെ ആദ്യ ഓഫീസ് ആരംഭിക്കുന്നത് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിലെ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനം തുടങ്ങാൻ ഒരുങ്ങുന്ന ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കിന്റെ ആദ്യത്തെ ഓഫീസ് ആരംഭിക്കുന്നത് ന്യൂഡൽഹി. വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2025 ഡിസംബർ 21. വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2025 ഡിസംബർ 21. മികച്ച പാർലമെന്റ് അംഗങ്ങൾക്കുള്ള ലോക്മത് പാർലമെന്ററി അവാർഡുകളിൽ ആജീവനാന്ത പുരസ്കാരം ലഭിച്ചവരാണ് ദിഗ്വിജയ് സിംഗ്. രാജ്യസഭയിലാണ് ദിഗ്വിജയ് സിംഗ്. ലോക്സഭയിൽ ടി ആർ ബാലുവിനാണ് ലഭിച്ചത്. മികച്ച പാർലമെന്റ് അംഗങ്ങൾക്കുള്ള ലോക്മത് പാർലമെന്ററി അവാർഡുകളിൽ ആജീവനാന്ത പുരസ്കാരം ലഭിച്ചവരാണ് ദിഗ്വിജയ് സിംഗ്. രാജ്യസഭയിൽ ദിഗ്വിജയ് സിംഗിനും ലോക്സഭയിൽ ടി.ആർ. ബാലുവിനും. രാജ്യസഭയിലെ പുതിയ അംഗങ്ങളിലെ മികച്ച പ്രകടനത്തിനുള്ള പുരസ്കാരം നേടിയത് സുധാമൂർത്തിയാണ്. അപ്പൊ മികച്ച പാർലമെന്റ് അംഗങ്ങൾക്കുള്ള ലോക്മത് പാർലമെന്ററി അവാർഡുകളിൽ ആജീവനാന്ത പുരസ്കാരം ലഭിച്ചവർ രാജ്യസഭയിലെ ദിഗ്വിജയ് സിംഗോ, ലോക്സഭയിലെ ടി.ആർ. ബാലു. രാജ്യസഭയിലെ പുതിയ അംഗങ്ങളിലെ മികച്ച പ്രകടനത്തിനുള്ള പുരസ്കാരം നേടിയത് സുധാമൂർത്തിയാണ്. 2025 സൂപ്പർ ലീഗ് കേരളയിലെ ചാമ്പ്യന്മാരായത് കണ്ണൂർ വാരിയേഴ്സ് ആണ്. 2025 സൂപ്പർ ലീഗ് കേരളയിലെ ചാമ്പ്യന്മാരായത് കണ്ണൂർ വാരിയേഴ്സ്. 2025 ഡിസംബറിൽ അന്തരിച്ച വിശ്രുത ശില്പിയാണ് റാം വി സുധർ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ ഏകതാ പ്രതിമയുടെ അതായത് സ്റ്റാച്യു ഓഫ് യൂണിറ്റിന്റെ ശില്പിയാണ് റാം വി സുധർ. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച വിശ്രുത ശില്പിയാണ് റാം വി സുധർ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റിന്റെ ശില്പിയാണ് റാം വി സുധർ. 2025 സൂപ്പർ ലീഗ് കേരളയിൽ ചാമ്പ്യന്മാരായത് കണ്ണൂർ വാരിയേഴ്സ് ആണ്. 2025 സൂപ്പർ ലീഗ് കേരളയിൽ ചാമ്പ്യന്മാരായത് കണ്ണൂർ വാരിയേഴ്സ്. 2026 18ാമത് ബ്രിക്സ് അധ്യക്ഷ സ്ഥാനം ബ്രസീൽ ഔദ്യോഗികമായിട്ട് കൈമാറിയ രാജ്യമാണ് ഇന്ത്യ. 2026 18ാമത് ബ്രിക്സ് അധ്യക്ഷ സ്ഥാനം ബ്രസീൽ ഔദ്യോഗികമായിട്ട് കൈമാറിയ രാജ്യം ഏതാണ്? ഇന്ത്യ. അപ്പൊ 2026 18ാമത് ബ്രിക്സ് അധ്യക്ഷ സ്ഥാനം ബ്രസീൽ ഔദ്യോഗികമായിട്ട് കൈമാറിയ രാജ്യമാണ് ഇന്ത്യ. 2025 ഡിസംബറിൽ പാകിസ്ഥാനിൽ വിലക്കേർപ്പെടുത്തപ്പെട്ട ബോളിവുഡ് ചലച്ചിത്രമാണ് ദുരന്തർ. 2025 ഡിസംബറിൽ പാകിസ്ഥാനിൽ വിലക്കേർപ്പെടുത്തപ്പെട്ട ബോളിവുഡ് ചലച്ചിത്രം ഏതാണ്? ദുരന്തർ. സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് (CDAC) രൂപകൽപ്പന ചെയ്ത ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ 1.0 GHz 64-ബിറ്റ് ഡ്യുവൽ കോർ മൈക്രോ പ്രോസസ്സറാണ് ധ്രുവ് 64. മാതൃരാജ്യത്തിനായിട്ട് വീരമൃത്യു വരിച്ച ഏത് മലയാളി സൈനികന്റെ സ്മരണക്കായിട്ടാണ് ഉത്തർപ്രദേശിലെ മീററ്റിൽ പ്രതിമ സ്ഥാപിച്ചത്? VK പ്രേമചന്ദ്രനാണ്. മാതൃരാജ്യത്തിനായിട്ട് വീരമൃത്യു വരിച്ച ഏത് മലയാളി സൈനികന്റെ സ്മരണക്കായിട്ടാണ് ഉത്തർപ്രദേശിലെ മീററ്റിൽ പ്രതിമ സ്ഥാപിച്ചത്? VK പ്രേമചന്ദ്രന്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇരവികുളം ദേശീയോദ്യാനത്തിൽ ആനമുടിയിൽ നിന്നും മലയാളി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ് പൊഗോസ്റ്റിമോൺ ആനമിടുക്കം. ഇരവികുളം ദേശീയോദ്യാനത്തിൽ ആനമുടിയിൽ നിന്നും മലയാളി ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം സസ്യത്തിന്റെ പേരാണ് പൊഗോസ്റ്റിമോൺ ആനമിടുക്കം. 30ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള ഗോൾഡൻ ക്രോ ഫെസന്റ് അതായത് സുവർണ ചകോരം അവാർഡ് നേടിയത് 2 സീസൺസ് 2 സ്ട്രേഞ്ചേഴ്സ് ജപ്പാനീസ് ചിത്രമാണ് 2 സീസൺസ് 2 സ്ട്രേഞ്ചേഴ്സ്. സംവിധാനം ഷോമിയാകെ. 30ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ IFFK മികച്ച ചിത്രത്തിനുള്ള ഗോൾഡൻ ക്രോ ഫെസന്റ് സുവർണ ചകോരം നേടിയത് 2 സീസൺസ് 2 സ്ട്രേഞ്ചേഴ്സ്.
2 സീസൺസ്, 2 സ്ട്രേഞ്ചേഴ്സ്. ജാപ്പാനീസ് ചിത്രമാണത്. ദേശീയ സ്കൂൾ കായികമേളയിലെ ജൂനിയർ വിഭാഗത്തിൽ കിരീടം നേടിയത് കേരളമാണ്. ദേശീയ സ്കൂൾ കായികമേളയിലെ ജൂനിയർ വിഭാഗത്തിൽ കിരീടം നേടിയത് കേരളമാണ്. 2026 നടക്കുന്ന 4ാം യൂത്ത് ഒളിമ്പിക്സിന് വേദിയാകുന്നത് സെനഗൽ. 2026 നടക്കുന്ന 4ാം യൂത്ത് ഒളിമ്പിക്സിന് വേദിയാകുന്നത് സെനഗൽ. ആഫ്രിക്കൻ മണ്ണിൽ നടക്കുന്ന ആദ്യത്തെ ഒളിമ്പിക്സ് ആണിത്. 2026 നടക്കുന്ന 4ാം യൂത്ത് ഒളിമ്പിക്സിന് വേദിയാവുന്നത് സെനഗലാണ്. 2026 നടക്കുന്ന 4ാം യൂത്ത് ഒളിമ്പിക്സിന് വേദിയാണ് സെനഗൽ കേട്ടോ. ഇന്ത്യയും ജോർദാനും ഏത് 2 യുനെസ്കോ ലോക പൈതൃക കേന്ദ്രങ്ങളെയാണ് ഇരട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കി സംരക്ഷിക്കാനും വികസിപ്പിക്കാനും ധാരണയിലെത്തിയത്? എല്ലോറ ഗുഹകളും പെട്രയും. ഇന്ത്യയും ജോർദാനും ഏത് 2 യുനെസ്കോ ലോക പൈതൃക കേന്ദ്രങ്ങളെയാണ് ഇരട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കി സംരക്ഷിക്കാനും വികസിപ്പിക്കാനും ധാരണയിലെത്തിയത്? എല്ലോറ ഗുഹകളും പെട്ര. അബുദാബിയിൽ നടക്കുന്ന ഇന്ത്യ UAE സംയുക്ത സൈനികാഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ 2 2025. അബുദാബിയിൽ നടക്കുന്ന ഇന്ത്യ UAE സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേരെന്താണ്? ഇന്ത്യ UAE സംയുക്ത സൈനികാഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ 2. ഇന്ത്യയിൽ മാതൃഭാഷാധിഷ്ഠിത വിദ്യാഭ്യാസത്തെ ശക്തമായിട്ട് വാദിക്കുന്ന ഭാഷ മാറ്റേഴ്സ് ദ സ്റ്റേറ്റ് ഓഫ് ദി എഡ്യൂക്കേഷൻ റിപ്പോർട്ട് ഫോർ ഇന്ത്യ 2025 റിപ്പോർട്ട് പുറത്തിറക്കിയത് യുനെസ്കോയാണ്. ഇന്ത്യയിൽ മാതൃഭാഷ അധിഷ്ഠിത വിദ്യാഭ്യാസത്തെ ശക്തമായി വാദിക്കുന്ന ഭാഷ മാറ്റേഴ്സ് ദി സ്റ്റേറ്റ് ഓഫ് ദി എഡ്യൂക്കേഷൻ റിപ്പോർട്ട് ഫോർ ഇന്ത്യ 2025 റിപ്പോർട്ട് പുറത്തിറക്കിയത് യുനെസ്കോ. ട്രാവൽ മാധ്യമമായ ട്രാവൽ പ്ലസ് ലേഷർ ഇന്ത്യയുടെ 2025 ബെസ്റ്റ് വെൽനസ് ഡെസ്റ്റിനേഷൻ പുരസ്കാരം സ്വന്തമാക്കിയത് കേരളമാണ്. ട്രാവൽ മാധ്യമമായ ട്രാവൽ പ്ലസ് ലേഷർ ഇന്ത്യയുടെ 2025 ബെസ്റ്റ് വെൽനസ് ഡെസ്റ്റിനേഷൻ പുരസ്കാരം സ്വന്തമാക്കിയത് കേരളമാണ്. 2025 ഡിസംബറിൽ അന്തരിച്ച ഇന്ത്യയുടെ ആദ്യത്തെ ഫെമിന മിസ് ഇന്ത്യ മത്സരത്തിലെ ജേതാവാണ് മെഹർ കാസ്റ്റലിനോ അന്തരിച്ചു. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നിന്ന് ബിരുദം നേടിയ ആദ്യത്തെ വനിതാ ഓഫീസർ ആരാണ്? അത് സായി ജാദവ്. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നിന്ന് ബിരുദം നേടിയ ആദ്യത്തെ വനിതാ ഓഫീസറാണ് സായി ജാദവ്. കേരള ശാസ്ത്ര സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായിട്ട് നിയമിതനായത് സീസ തോമസ്. എത്യോപ്യയുടെ പരമോന്നത ബഹുമതിയായ നിഷാൻ ഓഫ് എത്യോപ്യ ലഭിച്ചത് നരേന്ദ്രമോദിക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2025 ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം സ്വന്തമാക്കിയത് മികച്ച പുരുഷ താരമായിട്ട് ഓസ്മാൻ ഡംബേലയും മികച്ച വനിതാ താരമായിട്ട് ഐറ്റാന ബോൺമാറ്റി. ബാഴ്സലോണയുടെ ഐറ്റാന ബോൺമാറ്റിയും മികച്ച പുരുഷ താരമായിട്ട് ഓസ്മാൻ ഡംബേല. ഫ്രാൻസിന്റെ ഓസ്മാൻ ഡംബേലയും മികച്ച വനിതാ താരമാണ് ഐറ്റാന ബോൺമാറ്റി. ബാഴ്സലോണൻ താരമാണ്. ദേശീയ ന്യൂനപക്ഷാവകാശ ദിനം ഡിസംബർ 18 ദേശീയ ന്യൂനപക്ഷാവകാശ ദിനം. ഓക്കെ, ഇത്രയാണ് ഡിസംബർ മാസത്തെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ്. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. മറിയം വെബ്സ്റ്റേഴ്സിന്റെ നിഘണ്ടുവിലെ 2025 വാക്ക് എന്താണെന്ന്? മറിയം വെബ്സ്റ്റേഴ്സ് ഡിക്ഷണറിയിലെ 2025 വാക്ക് ഏതാണ്? അറിയുന്നവർ കമന്റ് ചെയ്യണേ. താങ്ക് യു.